കാരണവശാലും കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ തുടർ സമരവുമായി സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ആലുവയിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. അധികാരത്തിലിരിക്കുന്നവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് സിൽവർ ലൈൻ എന്ന് സമരസമിതി വിമർശിച്ചു. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി വീണ്ടും സജീവ ചർച്ചയായതോടെ വീണ്ടും സമരരംഗത്ത് ശക്തമാകുകയാണ് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പദ്ധതിയെ എതിർക്കുന്ന നൂറുകണക്കിന് ആളുകൾ റെയിൽവേ സ്റ്റേഷൻ മാർച്ചിൻ്റെയും പ്രതിഷേധ സമരത്തിൻ്റെയും ഭാഗമായി. സിൽവർ ലൈൻ പദ്ധതിയല്ല, കേരളയിൽ തന്നെ ഉപേക്ഷിക്കണമെന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ MP മത്തായി പറഞ്ഞു. സിൽവർ ലൈനിന് എതിരെയുള്ള രണ്ടാം ഘട്ട സമരപരിപാടിയുടെ തുടക്കമായിരുന്നു ആലുവയിലെ പ്രതിഷേധ സംഗമം. കേരള മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയും നടത്തുന്ന നീക്കങ്ങൾ പുറത്തു വന്നതോടെ സിൽവർ ലൈൻ വിരുദ്ധ സമിതിയുടെ പ്രവർത്തകർ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇത് കേരളത്തെ മുച്ചൂട് മുടിക്കുന്ന പദ്ധതിയാണ്. ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും. സാമ്പത്തികമായി തകർക്കും, പാരിസ്ഥിതികമായി തകർക്കും, സാമൂഹ്യാവസ്ഥയിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുടിയിറക്കിന് വഴിയൊരുക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അനുവദിക്കാൻ കഴിയില്ല. ഓഗസ്റ്റ് 6-ന് 25,000 പേര് ഒപ്പിട്ട ഭീമഹർജിയുമായി ഞങ്ങൾ കേന്ദ്രമന്ത്രിയെ ഡൽഹിയിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതിന് നേർ വിപരീതമായ പ്രസ്താവനയാണ് കേരളത്തിൽ വന്ന് നടത്തിയിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന ഈ പദ്ധതി ഇന്നലകളിൽ സമരവീര്യത്തോടുകൂടി രംഗത്ത് വന്ന ആളുകൾ ചെറുത്ത പദ്ധതിയാണ്. അതിനേക്കാൾ ശക്തമായി ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നിപ്പോ പ്രതിഷേധ സംഘം ഇവിടെ നടക്കുകയാണ്. കേരളത്തിലുടനീളം ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയും വന്നതിന്റെ പിറ്റേന്ന് മുതൽ കേരളത്തിലുടനീളം പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധ പരിപാടി പഴയതുപോലെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. കേരളത്തിൽ അതിവേഗ റെയിൽപാതയുടെ സാധ്യതകൾ അടഞ്ഞിട്ടില്ലെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് വിഷയം വീണ്ടും സജീവ ചർച്ചയാകുന്നത്. ന്യൂസ് ഡെസ്ക് ആലുവ.